ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂജ ശരത്തും ഞാനും എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ശ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അത് ജാമാക്കി വെച്ചു. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? എന്തൊരു പ്രശ്നം എന്നോട് പറയും, ഞാനും ഇങ്ങനെ തമ്മിലുള്ള ബന്ധതല്ലേ. ലോജിക് ഇല്ലാതെ സംസാരിക്കുന്ന വേറെ ആരോടും സംസാരിക്കും. മെയിൻ ഹൈലൈറ്റ് എനിക്ക് ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിന് ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല, അവള് കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. Pooja, we have noticed you. Ma'am, actually, we are not interested. I don't care what you have to say. പോയി. എനിക്ക് തുറക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് വെള്ളം പോലെ അറിയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കരയുന്ന ഒരു പേഴ്സൺ അല്ലേ. കഴിവ് വേണം കേട്ടാ. Not in a good way. ഒരു കഴിവില്ലെങ്കിൽ ഊമ്പത്തോളം കേട്ടാ. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. നിങ്ങൾ അലമ്പിക്കോളൂ, അലമ്പാൻ ഒരു പ്രശ്നമില്ല. എന്താണ് ബ്രോ ഞങ്ങൾ അവർക്ക് മാർക്ക് കിട്ടില്ല. തെറ്റാണെങ്കിൽ അവർ തോറ്റു, നിങ്ങൾ ജയിക്കും. എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്? അവർ കംപ്ലീറ്റ് ചെയ്തു. ഫിനിഷ്. ഹാവ് യു ഫിനിഷ്ഡ് ഇറ്റ് ഷബീന? യു ഫിനിഷ് ദ ഗെയിം, റൈറ്റ്? ഡൺ, ക്ലോസ്. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? പൂജ ചേർത്ത് കരയുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കും നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പൊ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകും. ഇത്ര കേട്ടും അപ്പൊ അവിടെ ഞാൻ ആരായി? കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് വിട പറയുന്ന മത്സരാർത്ഥിയാണ് പൂജ. ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടി. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. Aggression is nice if it is well placed. മീറ്ററിന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്താൽ അത് അഗ്രഷൻ അല്ല, ഇറ്റ് ബിക്കംസ് വയലൻസ്. അത് പിന്നെ ശീലായി പോയി. ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഉണ്ടോ? ഒരു തെറ്റുമില്ല. ഓല് ചെയ്തേല് ഇത്രയും അഗ്രഷനുള്ള ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി പ്ലേസ് ചെയ്യാൻ പറ്റാത്തത് പൂജയുടെ ഒരു പരാജയമായിരുന്നു. ഓനില്ലൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. ഞങ്ങൾക്ക് പൂജ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് എടുത്ത് ടാറ്റാ ബൈ ബൈ പറയാമെങ്കിൽ ഞങ്ങൾക്ക് ആരെടുത്തും അത് പറയാൻ പറ്റും. കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ.